ജീപ്പുകാർ കൊണ്ടുപോയി അടുത്ത വേറെ കേസ് കേട്ട് വെള്ളം മൊത്തം അലമ്പായിരുന്നു. അലമ്പെന്ന് പറഞ്ഞാൽ ആൾക്കാർ മാറുന്നില്ല. വഴിയിൽ നിന്ന് ആനയുടെ കൊമ്പേ തൊട്ടിട്ടും പോയില്ല. അവിടെ കൊണ്ട് നിർത്തി തലയൊക്കെ അടിച്ച് അപ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ വണ്ടിക്കിടത്ത് ഭയങ്കര റോള് കളിയാ. അപ്പൊ ഞാൻ പുള്ളി 2 പ്രാവശ്യം പുള്ളിയോട് മാറി കേട്ടാന്ന് ഞാൻ പറഞ്ഞു, മാറ്റി കിട്ടി. തൊട്ടപ്പത്തിൽ കൊച്ചു നിൽപ്പുണ്ടായിരുന്നു. കൊച്ചിനെ കൊണ്ട് മാറുന്ന ഞാൻ പറഞ്ഞു. ഈ പുള്ളി വന്നിട്ട് ആന ഇങ്ങനെ പുള്ളിയുടെ തന്നെ പറഞ്ഞിട്ട് ഈ പുള്ളി ആദ്യം മാറി തുണിക്കൊമ്പെടുത്തുണ്ട്. ഞാനൊക്കെ കൊമ്പേ തൊട്ടത് ഇഷ്ടമൊന്നും പറഞ്ഞാൽ രണ്ടാമതും തൊട്ട് മൂന്നാമത് ഞാൻ ഈ പുള്ളിയോട് തൊഴാൻ വേണ്ടി ഒരു പഴവും ഉണ്ട്. ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ചേട്ടാ മാറിയില്ല, കൊച്ചിനെ കൊണ്ട് മാറെന്ന് പറഞ്ഞതാണ് സംഭവം. ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ആന കടന്നു നിൽക്കുകയും ചെയ്തു. പിന്നെ നിങ്ങളൊക്കെ കണ്ടതല്ലേ ഇതാണ് സംഭവം. ആൾക്കാർ ശല്യം ഒരു രക്ഷയില്ല. നമ്മൾ എന്നാ പറയുമ്പോഴും കമ്മിറ്റിക്കാരോ നിങ്ങൾ പറയാ നമ്മളെ പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കാണല്ലോ. പൊതുവേ എത്ര ആൾക്കാരോട് പറയും നമ്മൾ പൂരപ്പുറപ്പ് ചെയ്തിട്ട്. അതാണ് സത്യം. കുറെ പേര് ഇങ്ങനെ മനസ്സിലാക്കട്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്തോരം പ്രാവശ്യം നമ്മൾ ചേട്ടാ എത്ര പേരോട് പറയുമ്പോൾ മാറിയിക്കാൻ അന്നവനൊക്കെ കൊമ്പേ തൊടണം. എല്ലാം വെള്ളം, അത് മറ്റു സത്യമാണ്. ഇത് പറയാൻ ബിനോട്ടെ നേർച്ചയ്ക്കിടെ ആനയടങ്ങിയ സംഭവത്തിൽ പാപ്പാൻ വിശദമാക്കിയ കാര്യങ്ങൾ കേട്ടില്ലേ? അപ്പോൾ നമ്മൾ ആനകളെ വിട്ട് നിന്ന് കാണുക, അല്ലാതെ ആനകളുടെ ദേഹത്ത് തൊടാനോ പിടിക്കാനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാർ ചിലപ്പോൾ ബാക്ക് കാലം കൊണ്ട് ചവിട്ടും, അല്ലെങ്കിൽ എടുത്തിട്ടടിക്കും. പിന്നെ പാപ്പന്മാർക്ക് ഫുള്ളൊന്നും നോക്കാൻ കഴിയില്ല. ഒരു വലിയ ജീവിയല്ലേ, മാക്സിമം അവർ തന്നെ ആളുകളെ മാറ്റി നിർത്തും. പക്ഷെ അത് കൂടാക്കാതെ നമ്മൾ കുറേ ആൾക്കാർക്ക് വെള്ളമടിച്ചിട്ടായാലും എന്തായാലും പോയി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ആ ഒരു സംഭവത്തിൽ ആനെടുത്ത് തൂക്കി എറിഞ്ഞ ആൾ പോയി. അപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകളാണ്. 10-20ഓളം ആളുകൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു വ്യക്തി 80 വയസ്സായ ഒരു വ്യക്തിയാണ്. മൂപ്പര് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയെങ്കിലും മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക, ആനകളെ വല്ലാതെ ഉപദ്രവിക്കാതിരിക്കുക. ഓക്കെ.